കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലം കണ്ടവന് ഇല്ല. കറക്റ്റ്. തെക്കും വടക്കും തമ്മിൽ എന്താണ് ഇങ്ങനെ ഒരു ക്ലാഷിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും എന്താണ് ഇത് പ്രശ്നം? ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഫ്രണ്ട്സ് കൂടുമ്പോഴത്തേക്കും ഇപ്പോൾ കോഴിക്കോട്ടുള്ളവർ നമ്മൾ കളിയാക്കും. നമ്മളല്ല കളിയാക്കുന്നത്. അറിയില്ല, ഞാനൊന്നും പറയുന്നില്ല. ഉള്ളൊന്ന് അടുത്തെറിഞ്ഞ എല്ലാവരും പാവം അല്ലേ? അല്ല, എനിക്കങ്ങനെ തിരുവനന്തപുരം പ്രശ്നമൊന്നുമില്ല. തൃശ്ശൂരിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലത് മാത്രമേ പറയാനുള്ളൂ. പൂരങ്ങളുടെ പൂരം. എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുന്ന ഭാഷ അധികം മനസ്സിലാവില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ കൊച്ചിയിലാണല്ലേ. പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അത് കൊച്ചിയുടെ തലയ്ക്ക് അടിയോട്. പാലക്കാട് സംസാരം ഒരു ഭയങ്കര നിഷ്കളങ്ക നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? എറണാകുളത്തുള്ള തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 3 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ പക്ഷേ പേര് തട്ടുകടയെന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ പഴയ ജനറേഷനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ നല്ല രീതിയിൽ ഇങ്ങനെ മൈൻഡ് സെറ്റുള്ള ഒരുപാട് പേരുണ്ട്. തമാശ രൂപേണ പോലും പൊന്നാനിയെ ഒരു മതം മാറാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് സിനിമകളിൽ പോലും. ചില ആളുകൾക്ക് പറയുന്നതൊക്കെ പ്രാഞ്ചിയേട്ടന്മാരുടെ ആളാണ്, അല്ല ഈ തൃശ്ശൂർ സ്ലാങ്ങിനെ കുറ്റം പറയുന്നവരുണ്ട്. ആളുകൾക്ക് അത് കൊല്ലത്തിനോട് ചേർത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ, ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. നേരത്തെ കൊല്ലംകാരിയാണ്. ഞാൻ കൊല്ലംകാരിയാണ്. ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സൊറയിലേക്ക് സംതിങ് റാഷണൽ ആയുള്ള ഇന്നത്തെ നമ്മുടെ സംസാരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകരോടായിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടായിട്ട് ഒരു ചോദ്യം. നിങ്ങളുടെ നാട് എവിടെയാണ്? നിങ്ങളുടെ ഊര് ഏതാണ്? നിങ്ങളുടെ വീട് എവിടെയാണ്? ചോദിക്കാനുള്ള കാരണം, നിങ്ങളുടെ നാടും വീടും നിങ്ങളുടെ വ്യക്തിപരമായ സ്വഭാവവും നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു നാടിനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിഷയത്തിലേക്ക് വരാൻ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്ന ജില്ല ഒരുപക്ഷെ കൊല്ലമായിരിക്കും. കൊല്ലംകാരുടേത് ഉൾപ്പെടെ കൊല്ലമായിരിക്കും. അതെന്തുകൊണ്ടാണ് ഈ കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലം കണ്ടവന് ഇല്ല. കറക്റ്റ്, യു ആർ കറക്റ്റ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട. അതുപോലെ ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നൊക്കെയാണ് കൊല്ലത്തിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കൊല്ലം ഇപ്പോൾ എല്ലാവർക്കും ട്രോളാനുള്ള ഒരു ജില്ലയായിട്ട് മാറി, ഒരു മെറ്റീരിയൽ ആയിട്ട് മാറി. അതെന്തുകൊണ്ടാണ്? അതിന്റെ ആവശ്യമുണ്ടോ? ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ കൊല്ലംകാരിയാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന സമയത്ത് പേരൊക്കെ പറഞ്ഞതിന് ശേഷം കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ ഭയങ്കര കളിയാക്കി ചിരിയും, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പരിഹാസങ്ങളാണ്. അപ്പൊ അതൊരു ആദ്യമൊക്കെ ഒരു തമാശ രീതിയിൽ നമ്മളും ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ തമാശക്ക് വിടുവായിരുന്നു. പക്ഷെ അത് അതിര് കടക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പൊ ഭയങ്കരമായി കൊല്ലംകാരി ആണെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അത് പതുക്കെ പതുക്കെ നമ്മളെ വളരെ രീതിയിൽ അഫക്ട് ചെയ്യുന്നുമുണ്ട്. അതായത് ഈ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട കുറെ വാർത്തകൾ അത് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. മാധ്യമങ്ങളും അത് നല്ല രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ വാർത്തകൾക്ക് വലിയ റീച്ച് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ബമ്പർ ഹിറ്റാണ്. ഇപ്പോൾ ലേസിന്റെ പേരിലടി, പപ്പടത്തിന്റെ പേരിലടി, അടുത്ത ദിവസം ഐസ്ക്രീമിന്റെ പേരിൽ കല്യാണ വീട്ടിലടി, മന്തിയുടെ പേരിലടി, മദ്യം കിട്ടാത്തതിന്റെ പേരിലടി, അടിയോടടി. അങ്ങനെ എന്തിനും ഏതിനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിക്കുന്ന ആളുകളാണോ കൊല്ലംകാർ? അങ്ങനെയല്ല. ഞാനിപ്പോ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങാ നീര് വന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് തൃശ്ശൂർ നടക്കുന്നുണ്ട്. ഇനി ചിക്കിങ്ങിലാണെന്ന് തോന്നുന്നു, ചിക്കിങ്ങിലോ KFC-ലോ സംതിങ് ഫ്രൈഡ് ചിക്കന്റെ ഒരു ബ്രാഞ്ചില് മാനേജറിനെ ചിക്കൻ പീസ് പോരാ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അടി നടക്കുന്നുണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊല്ലം എന്ന് ചേർത്ത് ഒരു ചെറിയ ഇതേപോലെയുള്ള ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം, ഇപ്പൊ ലേസിന് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തതിന്, സദ്യക്ക് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ പേര് ചേർക്കുമ്പോൾ അതിനൊരു ആവേശവും ആളുകൾക്ക് ഒരു ട്രോളാൻ കുറച്ചുകൂടി ഒരു രസം കൂടുതലാണ്. മനഃശാസ്ത്രം ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു ക്ലിക്ക് ബൈറ്റ് ആയി മാറുന്നുണ്ട്. അതിന് നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് പേഴ്സണലി അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കൊല്ലംകാർ ഒട്ടും പ്രശ്നക്കാരായിട്ടുള്ള ആളുകളല്ല, വളരെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരുപാട് പേരുള്ളതാണ്. പ്രളയത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടോന്നറിയില്ല, ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയക്ക് ദൈവമായി കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊല്ലം എന്ന് പറയുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് പ്രളയം വന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ അതൊക്കെ മറന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു ലേസിന്റെ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പപ്പടത്തിന്റെ കാര്യം കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ പപ്പടം എന്ന് പറയുന്ന ഇത് സദ്യക്ക് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആലപ്പുഴ ഹരിപ്പാടാണ് നടക്കുന്നത്. ഹരിപ്പാട് കൊല്ലത്തല്ല. പക്ഷെ ആളുകൾക്ക് അത് കൊല്ലത്തിനോട് ചേർത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അതായത് കൊല്ലത്ത് നടക്കുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ കൊല്ലത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു രസമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിലാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം. എന്താണ് ഈ ചിക്കൻ 65-ല് സൈഡിൽ വെച്ച് കൊടുക്കുന്ന നാരങ്ങ പിഴിഞ്ഞപ്പോൾ നീര് കുറവാണെന്ന് പറഞ്ഞ് മുട്ടനടി. അവിടെ ഹോട്ടൽ ഉടമയുടെ 3 പല്ലടിച്ചു ഒഴിച്ചു. മലപ്പുറത്ത് നടന്നൊരു സംഭവമാണ്. മലപ്പുറത്ത് മുട്ട ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. ഒരു
മുട്ടയുടെ പേരിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി രണ്ടുപേര് തമ്മിൽ തർക്കം ഉണ്ടായി പുറത്തിറങ്ങി ഇവർ തമ്മിലടിച്ചു, ഒരാൾ മരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റ് ജില്ലകളിൽ നടക്കുന്നുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് ആഘോഷിക്കപ്പെടുന്നില്ല. അപ്പൊ അജയ് ഈ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ ഈ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില അവരെക്കുറിച്ച് പറയുന്ന വിമർശനങ്ങളാണ്. ഇപ്പോൾ അത് ഉള്ളതോ ഇല്ലാത്തോ എന്നുള്ളത് നമുക്ക് പിന്നീട് ആ വിഷയത്തിലേക്ക് വരാം. അതായത് ഈ ഓട്ടോക്കാർ പ്രശ്നക്കാരാണെന്ന് പറയും, അവർ കുറച്ച് കർക്കശക്കാരാണ്, അവരുടെ ഒരു ഡേ വാടേ പൂടെ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഒരു പ്രശ്നം പറയും. പണത്തിന്റെ കാര്യത്തിൽ കുറച്ച് കടുംപിടുത്തക്കാരാണെന്ന് പറയും, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ഒരു തെക്കൻ ജില്ലകളെ ആക്ഷേപിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അനുഭവങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് ഒരു ദിവസം ചെന്നിട്ട് ഒരു ഓട്ടോക്കാരോട് ചോദിക്കുമ്പോൾ ഓട്ടം പോകുന്നത് ഇപ്പോൾ ഒരു മീറ്റർ ഇട്ട് ഓടിക്കുക, അതിന്റെ പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഇപ്പോൾ സ്ലാങ്ങിന്റെ പ്രശ്നമായിരിക്കും, എന്തിരി പോടെ വാട എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. നമ്മൾ കേട്ട് ശീലിക്കാത്തതുകൊണ്ട് ഇവരിങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു സാധനം നമുക്ക് തോന്നുമല്ലോ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നാവും. അവിടെ ഉള്ളവർക്കെല്ലാം കോമൺ ആയിട്ട് അവരങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. ഈ കൂട്ടുകാരൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത്? അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കൂട്ടുകാർ കുറച്ചേ ഉള്ളൂ എനിക്ക് തിരുവനന്തപുരത്ത്. അത് മനഃപൂർവ്വം തിരുവനന്തപുരത്ത് അധികം കൂട്ടുകാർ വേണ്ടെന്ന് വെച്ചതാണോ? അതോ എനിക്ക് അങ്ങനെ തിരുവനന്തപുരം പ്രശ്നമൊന്നുമില്ല. ഇല്ല. പക്ഷെ ഇങ്ങനെ തിരുവനന്തപുരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തിരുവനന്തപുരംകാരുമായിട്ട് നമുക്ക് ആ ഒരു മെന്റൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവരായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇവര് സംസാരിക്കുന്നത് ചിലപ്പോ എങ്ങനെയാന്ന് മനസ്സിലാവില്ല. പുച്ഛത്തോടെയാണോ അതോ ദേഷ്യപ്പെട്ടിട്ടാണോ? അപ്പൊ ഒന്ന് എന്താ പറയാ, കണക്ട് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക്, കിട്ടുന്നില്ല. എനിക്ക് എന്നിട്ട് കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും, അയ്യോ ഈ കൊച്ചു പാവായിരുന്നില്ലേ എന്നുള്ളത് പിന്നെ കഴിഞ്ഞാൽ മനസ്സിലാവും. ഉള്ളൊന്ന് അടുത്തറിഞ്ഞ എല്ലാരും തിരുവനന്തപുരംകാരും കൊല്ലംകാരും എല്ലാം അതെ, മലപ്പുറത്തേരും പാവാം. ഈ മലപ്പുറത്തെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞു ഈ തെക്കനെയും മുറുക്കനെയും തെക്കനെ ആദ്യം അടിക്കണം എന്ന് പറയുന്ന രീതി, അത് ഈ ഒരു വടക്കൻ മേഖലകളിലാണ് ആ ഒരു ചർച്ച കൂടുതലെന്ന് ഫസ്റ്റ് അങ്ങനെ ശരിക്കും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയണം, ഈ വടക്കൻ ജില്ലകളിലെ ഈ ഒരു പഴഞ്ചൊല്ലി ഇതേപടി കേൾക്കണമെന്നില്ല. ഞാൻ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ മലപ്പുറത്ത് ബേസിക് ആയിട്ട് പറയും. പക്ഷെ മലപ്പുറത്തേക്ക് കുറച്ചുകൂടി ആതിഥ്യ മര്യാദ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് തെക്കൻകാർ പെട്ടെന്ന് കയറി വന്നാൽ എടുത്തും ലൈക്ക് അവര് ആതിഥ്യ മര്യാദ കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും കുറവാണെന്നൊന്നും എനിക്ക് അല്ല, ഞാൻ പറയുന്നത് വെൽക്കമിങ് ആണ്. ഒരു മനുഷ്യനെയും എന്താ പറയാ, ഇപ്പൊ തെക്കൻകാരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വേർതിരിവോ ഒരു വംശീയതയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വടക്കോട്ട് ഈ ഒരു തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അങ്ങനെയുള്ള ഒരു തെക്കൻ ജില്ലകളോട് എന്തെങ്കിലും ഒരു ചെറിയൊരു താല്പര്യക്കുറവ്, അങ്ങനെ ഒരു സംസാരം ഉണ്ടോ അവിടെ? അത് നമ്മൾ ഈ മറ്റേ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടികളുടെ രൂപത്തിൽ കല്യാണം ആലോചനയൊക്കെ വരുമ്പോ അത് വരലുണ്ട്. കാരണം അതെന്താ സംഭവം വെച്ചാൽ ഈ മലബാർ ഏരിയയിലുള്ള എന്താ പറയാ ആളുകൾ കൂടുതൽ ഈ കണ്ണൂര്, കോഴിക്കോട് അല്ലെങ്കിൽ അതിന്റെ ചുറ്റും തൃശ്ശൂര്, എറണാകുളത്തേക്കൊക്കെ ആലോചിക്കാതെ പറയുമ്പോൾ ചിലപ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറവാണ് അത്. എന്താ പറയാ, അവിടേക്കുള്ള കല്യാണാലോചന കൂടുതലും അവർ പ്രിഫർ ചെയ്യുക ചുറ്റുവട്ടത്ത് തന്നെ മലബാർ ഏരിയയിൽ തന്നെ കല്യാണം കഴിച്ച് വിടുക എന്നുള്ളത്. ഈ കല്യാണം കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു കല്യാണാലോചന നാളെ നടക്കുന്ന സമയത്താണെങ്കിൽ പ്രിഫറൻസ് അവിടെ തന്നെ ആയിരിക്കും. തെക്കൻ നാടുകളിലേക്ക്, അതായത് ഒരു എറണാകുളത്തിനപ്പുറത്തേക്കുള്ള നാടുകളിൽ ഈ വടക്കുനിന്ന് വരുന്നവര് കല്യാണം, സ്ത്രീകളെ ഇങ്ങോട്ടേക്കുള്ളവരെ അധികം കല്യാണാലോചന വേണ്ട എന്ന് പറയുന്നൊരു അങ്ങനെ പറയുമായിരുന്നു പണ്ട്. എന്ന് വെച്ചാൽ അവർ ഭയങ്കര തന്റേടികളായുള്ള സ്ത്രീകളാണ്, അവര് പറഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കില്ല എന്നുള്ളൊരു പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊല്ലം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. കുറച്ചുകൂടി വർക്കിംഗ് ക്ലാസ് സ്ത്രീകളിലും വർക്കിംഗ് ക്ലാസ് ഉള്ള സ്ഥലങ്ങളാണ്, കുറച്ചുകൂടി തന്റേതായ ഇടങ്ങൾ കണ്ടെത്തുന്ന തന്റേടികളായ സ്ത്രീകളുള്ള സ്ഥലം കൂടി. ഒരു അഭിപ്രായം, അതായത് തിരുവനന്തപുരം, കൊല്ലത്തിന് എന്താ പ്രശ്നം അങ്ങനെ നിങ്ങൾ ചോദിക്കുമോ? നിങ്ങളത് ഓഫ്കോഴ്സ് നമ്മൾ ചോദിക്കും. പക്ഷെ ഞാൻ പറയാലോ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് അതായിരിക്കും അഭിപ്രായം വരിക. നമുക്ക് അടുത്ത് നോക്കിയപ്പോൾ ദൂരെ കൂടുതൽ ഉണ്ടാവും. പിന്നെ നമ്മൾ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും അതില്. മലബാർ ഏരിയയിലുള്ള ഇപ്പൊ മലബാർ, കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് പൊന്നാനി ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന മുസ്ലിം ഫാമിലികൾ ഉണ്ടാവുന്ന ഒരേപോലെ ഉണ്ടാവുന്ന ഒരുപാട് കൾച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അത് മറ്റു ഏരിയയിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് ആവണു എന്നൊരു സാധനം ഉണ്ട്. ലൈക്ക് അവരുടെ പെരുമാറ്റ രീതികളിലായാലും അവർ പ്രാക്ടീസ് ചെയ്യുന്ന റിലീജിയസ് രീതിയിലായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ആ രൂപത്തില് വേർതിരിവ് നന്നായിട്ടുണ്ട്. എന്താ അഭിപ്രായം? അങ്ങനെ ഉണ്ടോ, സാധനം ഉണ്ടോ? അത് അങ്ങനെ ഉണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ അക്ഷയുടെ ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഒരു പുരുഷന്മാർ കല്യാണം കഴിക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പൊ സ്ത്രീകളുടെ കല്യാണം വടക്ക് ആലോചിക്കുമ്പോൾ തെക്കെന്ന് ചെറുക്കം വേണ്ട എന്നൊരു രീതി. അപ്പോൾ ഈ പുരുഷന്മാര് വടക്കനാണ്, അപ്പൊ തെക്കെന്ന് പെണ്ണിനെ എടുക്കുമോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഇതിൽ ഇപ്പൊ മാട്രിമോണിയിലൊക്കെ അങ്ങനെ
കുറവാണ്. മലപ്പുറത്ത് നിന്ന് തന്നെ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വേറെ ഇതൊന്നും നോക്കുന്നുണ്ട്, ജില്ലയും നോക്കുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ലിം ഇതിലേക്ക് വരുമ്പോൾ അവർ കൂടുതലും ആ ജില്ല, ആ ഒരു മലബാർ ഏരിയ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ഈ തെക്കും വടക്കും തമ്മിൽ എന്താണ് ഇങ്ങനെ ഒരു ക്ലാഷിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും എന്താണ് ഇത് പ്രശ്നം? ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ ഇത്? പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, മുമ്പ് മുതലേ ഉള്ള ഒരു ഇതാണല്ലോ. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞു കേട്ട് ഇതാണ് ഒരു സംഭവമാണ് ഇത്. ഇപ്പൊ ഇനി പണ്ടത്തെ ഇപ്പൊ പറഞ്ഞ പണ്ടുള്ളവരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് നമ്മൾക്കും ഇനി നമ്മള് മാറ്റണം. നമ്മളെ പുതിയതായിട്ടുള്ള നമ്മളുടെ പിള്ളേർക്കൊക്കെ ഉള്ള ഒരു ഇതില് മാറ്റാം. ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ വടക്ക് തെക്ക് വേർതിരിവൊന്നും അങ്ങനെ ഉണ്ടാവാൻ ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാകും. മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ട് കൊണ്ടുവന്ന സാധനമാണെങ്കിലേ സോഷ്യൽ മീഡിയയുടെ വരവോടെയാണ് എനിക്ക് തോന്നുന്നത് ഈ FFC എന്ന് പറഞ്ഞ കുറെ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു, ഈ ഗ്രൂപ്പുകൾ, ഫാൻ പ്ലേ ക്ലബ്ബ് എന്ന് പറഞ്ഞു. അതിനകത്ത് മൊത്തം ട്രോളുകൾ വരുന്ന, ഓരോ ജില്ലകളെ വെച്ചിട്ട് ട്രോളുകൾ വരുന്നുണ്ടായിരുന്നു. ഈ പാലക്കാട് ഇപ്പൊ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്, അഗ്നിരാജ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതുപോലെ ഇപ്പൊ കണ്ണൂരുള്ള ഒരു ബോംബ് ഉണ്ടാക്കുന്നവര്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന സ്ഥലം. ഇപ്പൊ കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയും, കുഴൽപ്പണം പറയും, പിന്നെ മനസ്സിലാവാത്ത ഭാഷയെ കുറിച്ച് ഇപ്പൊ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ, വയനാടാണെങ്കിൽ ഇവരുടെ ഈ ആദിവാസി ഈ പറയുന്ന അവരെ കളിയാക്കിയുള്ള ട്രെയിനില്ല, ബസ്സില്ല, വള്ളി തൂങ്ങിയാണോ? വയനാട്ടിൽ ഏത് കാലത്തും കേൾക്കുന്ന ഇടുക്കിയിലുള്ളവർക്ക് ടവർ ഇല്ലാത്ത ഒരു മരത്തിന്റെ വെളിയിൽ നിന്നാണ് സിഗ്നൽ ഇടുക്കിയെ കുറിച്ച് ഈ വള്ളി തൂങ്ങിപ്പോക്ക് പരിപാടികളുണ്ട്. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നൊരു ട്രെൻഡ് ഉണ്ട്. മലപ്പുറത്ത് വരെ ഉണ്ട്, മൂരികളുടെ നാടാണ്. എന്തുണ്ടെങ്കിലും മൂരി എന്നൊരു സാധനം വരും. മലപ്പുറം ബേസ് ചെയ്ത് എന്തെങ്കിലും വേണ്ട, എന്തെങ്കിലും ഒരു ക്രൈം എന്ത് വന്നാലും അത് മൂരികളെ നാടാണല്ലോ എന്നൊരു കാര്യം. കൊല്ലത്തുള്ളവർ പിശുക്കരാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കൊല്ലത്തുള്ളവർ ഭയങ്കര പിശുക്കരാണ്. അതും ഇതൊക്കെ ട്രോൾ ചെയ്യുന്ന പുതിയ പിള്ളേർക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും അടിസ്ഥാന വർഗ തൊഴിലാളികളുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോൾ. ഏറ്റവും എന്താണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, കശുവണ്ടി ആഫീസിൽ പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ള അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്നത് ഇപ്പൊ നമ്മൾ വടക്കൻ ജില്ലകളിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗൾഫ് പണം കുറച്ചുകൂടി എത്തുന്നത്. ഇപ്പൊ ഞാൻ താമസിക്കുന്നതൊക്കെ കരുനാഗപ്പള്ളി ആ ഒരു റേഞ്ചൊക്കെയാണ്. എനിക്ക് അവിടെയൊക്കെ പിന്നെയും ഈ പറഞ്ഞ ഗൾഫ് പണം വരുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങളെ പൊന്നാനിയിൽ 3 തരം ആൾക്കാരാണ് ജീവിക്കുന്നത്: മത്സ്യത്തൊഴിലാളികൾ, കച്ചവടക്കാർ, കൃഷിക്കാർ. 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്, ഒരു സമൂഹം തന്നെ ഉണ്ട് അവിടെ. പക്ഷെ അവരുടെ പേരില് എന്തിനാ അവരുടെ പേര് കളിയാക്കുന്നത്? നിങ്ങൾ അടുത്ത് വരുമ്പോൾ മീൻ മണക്ക പൊന്നാനിക്കാരല്ലേ, മീനിന്റെ നാറ്റം എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അത് ഭയങ്കര എന്തോ ഒരു വംശീയ അധിക്ഷേപം എന്ന് പറയില്ല, അത് പൊന്നാനിക്കാർ. അത് ശരിക്കും അവരുടെ ഉള്ളിലുള്ള വിഷമാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ കോഴിക്കോടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. കോഴിക്കോടാണോ എന്ന് പറയുമ്പോഴത്തേക്കും അത് തമാശയ്ക്കായിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, കളിയാക്കാനായിക്കോട്ടെ, ആ രീതിയിൽ കമന്റ് ബോക്സിലാണ് വളരെ മോശമായിട്ട് ഒരു ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ശരിക്കും ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് ഒരു തെറ്റൊന്നുമല്ല. അത് ഇപ്പോൾ പക്ഷെ അതൊരു ജില്ലയുമായിട്ട് ചേർത്ത് വെച്ച് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ ഇത് കളിയാക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. പിന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റി മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുകയും ചെയ്ത് അപ്പോൾ അത് തെറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്, അതൊരു ജില്ലയുമായിട്ട് ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ട്? ഇതൊക്കെ എല്ലാ നാട്ടിലും ജില്ലയായിട്ട് ചേർത്ത് വെക്കണമെന്നില്ല. കാരണം എല്ലാ ജില്ലയിലും ഇത്ര ആൾക്കാരുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് കോഴിക്കോട് മാത്രം വരുന്നത് ആദ്യം തന്നെ ഒരു ലേബൽ അങ്ങനെ വന്നുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലേബൽ അങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ ഓരോ ജില്ലയ്ക്ക് ഓരോ ലേബൽ ഉള്ള പോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ഈ സംഭവമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോഴത്തേക്കും ഇപ്പോൾ കോഴിക്കോട്ടുള്ളവർ നമ്മൾ കളിയാക്കും. നമ്മളല്ല, ഈ ഫ്രണ്ട്സുകൾ തമ്മിൽ ഇതൊക്കെ കളിയാക്കാറുണ്ട്. ഇതെല്ലാം ഉദ്ദേശിച്ചു. എനിക്കിപ്പോ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഹാപ്പിനെസ്. അതായത് ഇത് വൾഗറായി, അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. പുറത്തുനിന്ന് ഒരാൾ വരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് ഞങ്ങളുടെ ഇതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പൊ പുറത്തു നോക്കേ, ഇപ്പൊ വേറൊരാള് അതിനുള്ള സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്നു. ഇത് പേഴ്സണലി അവർക്ക് ഫീൽ നമുക്കറിയാം. അതാണ് പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത്, അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നമുക്കറിയാം. ഇത് ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അടുത്ത സുഹൃത്തിനോട് എന്തും പറയാമെന്നുള്ള രീതിയിൽ അതൊക്കെ ആ ഒരു സമയം കഴിഞ്ഞു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു സംസാരം, സൗഹൃദത്തിന്റെ ഒരു ആഴം, അവിടെ എന്തൊക്കെ പറയാം, അതിൽ നമ്മൾ എന്തെങ്കിലും ഫിൽട്രേഷൻ വേണോ, ലിമിറ്റേഷൻസ് വേണോ എന്നുള്ള സംസാരിച്ച് വന്നപ്പോൾ തന്നെ ബോയ്സ് ഒരു പക്ഷം, ഗേൾസിന്റെ അഭിപ്രായം മറ്റൊരു പക്ഷം. അപ്പൊ അങ്ങനെ ഈ ബോയ്സിന്റെയും ഗേൾസിന്റെയും സൗഹൃദത്തിൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടോ? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്കറിയില്ല, ഞാനൊന്നും പറയുന്നില്ല.
എനിക്ക് തോന്നിയത് എന്താ പറയാ, ഈ ബോയ്സിനിടയിൽ ഒട്ടും ഈഗോ ഇല്ല, നമുക്ക് എന്തും പറയാം. അത്ര അടുത്ത അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്തും പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തിരിക്കും. അതെന്താ അന്തു ഞങ്ങൾ ഗേൾസിനിടയിൽ ഈഗോ ഒന്നുമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങള് ഇപ്പം ഈ ഗേൾസിന് ഇടയ്ക്കുള്ളതാണെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന എത്രയോ പേരുണ്ട്, എല്ലാ ഗ്യാങ്ങിലും ഉണ്ട്. എനിക്കറിയാവുന്ന പുരുഷന്മാരായിട്ടുള്ള നല്ല പൊളിറ്റിക്കലായി സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ എനിക്ക് അതൊരു ജെൻഡർ ബേസിസിലാണ് ആ ഒരു സൗഹൃദം വർക്കാവുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ LKG തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനോട് ഇപ്പൊ നമുക്ക് എന്തും പറയാം. അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് വിഷമമാകും, എന്തവരെ എൻജോയ് ചെയ്യും, ഏതറ്റം വരെ അവരുടെ അടുത്ത് പോവാം, അവരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതറിഞ്ഞിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. എന്ത് പറയാൻ ഉദ്ദേശിച്ചത് അവിടെ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ നോക്കിയുള്ള സംസാരം ഞങ്ങളുടെ വലയത്തിനിടയിൽ ഇല്ല. അതായത് ഇതാണ്, എനിക്ക് അവനെ അറിയാം, അവൻ എന്നെയും അറിയാം, ഞങ്ങൾക്കറിയാം ഞങ്ങളെ പരസ്പരം അല്ലെ, ഞങ്ങൾ എന്ത് പറയും എന്ത് പറയില്ല, ഞങ്ങൾ എന്ത് വിഷമിക്കും, ഇതെല്ലാം നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ഓരോ വാക്കിലും ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇതിപ്പോ ഓരോ വാക്കുകളും നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും നമ്മൾ തമാശകൾ പറയാറുണ്ട് ഈ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ. കാരണം നമ്മൾ ഇത്രയും കാലം പ്രോഗ്രാമൈസ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ വായിന് പൊളിറ്റിക്കലി, എന്നെ ഇപ്പം ഞാനും എന്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ ഞാനും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ബോധപൂർവ്വം അത് എത്രത്തോളം കൺട്രോൾ ചെയ്യാം. എന്ത് പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ അവർക്ക് ഹർട്ട് ആവും, എന്താണ് നമ്മൾ പറയേണ്ടാത്തത് എന്ന് നമ്മൾ കൃത്യമായി നമുക്കൊരു ബോധ്യം വേണം. ആൻഡ് നമ്മുടെ കാഷ്വൽ ടോക്കുകൾ പോലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഫ്രണ്ട് സർക്കിളുകൾ, പണ്ടത്തെ ഫ്രണ്ട് സർക്കിളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപക്ഷെ ജാതീയത എന്ന് പറയുന്നത് തമാശയായി പലരും യൂസ് ചെയ്തിട്ടുണ്ടാവാം. അത് കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു അത് അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈ ജാതീയതയെ കളിയാക്കിയിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഉള്ള ഈ ഡിഫറൻസുകളെ കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നു അത് ഒരിക്കലും ഒരു തമാശയായിട്ട് കണ്ട സാധനമല്ല. ഇപ്പൊ ഇപ്പം നമ്മുടെ സർക്കിളുകൾക്കിടയിൽ നമ്മൾ അങ്ങനെയുള്ള തമാശകൾ എടുത്തിടില്ല. അതേപോലെ തന്നെ മാറ്റണം എന്നുള്ളതാണ്. എന്തും പറയാം എന്നതുകൊണ്ട് വായിൽ തോന്നുന്ന എന്തും പറയാന്നുള്ള എന്ത് പറയണം നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ആ എന്തുവാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ കൊല്ലം നേരത്തെ പറഞ്ഞു, കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹോമോസെക്ഷൽ, ഈ കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് ഈ ചില സിനിമയിലൊക്കെ ഈ പൊന്മാൻ എന്ന് പറയുന്ന ബേസിൽ ജോസഫിന്റെ അടുത്തിടെ ഇറങ്ങിയ സിനിമയിലൊക്കെ അവിടെ ഈ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ, മരണം, ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. ആ രീതിയിൽ കേൾക്കാറുണ്ട്. അങ്ങനെ ഉണ്ടോ? സ്ത്രീധനം കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനെ കംപ്ലീറ്റ്ലി ഇത് ചെയ്തുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കേരളത്തിൽ ഉടനീളം പല ഡിസ്ട്രിക്റ്റുകളിലും നടക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിനോട് ചേർത്ത് തന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ ഹിന്ദുവിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് കൊച്ചിയിലാണെന്നാണ് പറയുന്നത്. ഡൽഹി, മുംബൈ ഒക്കെ നിൽക്കുന്ന സമയത്താണ് കൊച്ചി എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ക്രൈമുകൾ അവിടെ ആയിരിക്കില്ല, പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണെന്നുള്ളതാണ് വ്യത്യാസം. അപ്പം ഈ കൊല്ലത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറം ലോകം അറിയാം. അപ്പൊ നമുക്ക് തോന്നും, സ്വാഭാവികമായും തോന്നും അവിടെ ഇങ്ങനെ ഇത് കൂടുതലാണെന്ന്. പിന്നെ അടുത്തിടയ്ക്കായിട്ട് നടന്ന ഇങ്ങനെ കുറെ അധികം ഈ സ്ത്രീധന പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അത് കൊല്ലത്ത് നിന്ന് വരുന്നു. ഇപ്പൊ പൊന്മാൻ സിനിമയിൽ തന്നെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് എന്താണ് ആ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഫാമിലി. പിന്നെ ആളുകൾ എഴുതാനിരിക്കുന്നു തലേ ദിവസം ഓരോരുത്തരും തന്ന ഒരു പിരിവ്. കൊല്ലംകാരി ഞാൻ പറയാണ്, ഈ പറയുന്ന ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഈ പറയുന്ന കൊല്ലത്തിന്റെ ഒരു മേജർ ആയിട്ടുള്ള ആളുകൾ ആരോപിക്കുന്ന ഒരു കാര്യം കറക്റ്റ് ആണ്. അതായത് ഈ വീടുകൾ, പാലുകാച്ച് നടക്കുന്ന വീടുകൾ ഉണ്ടാവും, അതായത് ഹൗസ് വാമിംഗ് നടക്കുന്ന വീടുകളിൽ, അതേപോലെ കല്യാണം നടക്കുന്ന വീടുകൾക്ക് വെളിയിൽ ആളുകൾ എഴുതാനിരിക്കും. അത് പിന്നെ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സഹായം പോലെ ആളുകൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ ആ വീടിന്റെ ചെലവുകൾ ആ കുടുംബത്തിന് തന്നെ ചിലപ്പോൾ എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല. അപ്പം ആളുകൾ, നാട്ടുകാർ, അതേപോലെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ അതിനെ അനുകൂലിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവിടെയുള്ള ആളുകൾ കാണുന്നത്. ഇത് കൊല്ലത്ത് മാത്രമല്ല, പണ്ടൊക്കെ നമ്മുടെ ഈ കോട്ടയം ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനോട് എനിക്ക് വിയോജിപ്പുള്ള ആളാണ്, പക്ഷെ അത് അവിടെ നടക്കുന്നുണ്ട്. അതായത് ഞാൻ അപ്പുറത്തെ വീട്ടിലൊരു പരിപാടിക്ക് 500 കൊടുത്താൽ എന്റെ പരിപാടിക്ക് 500 കിട്ടും. അത് വല്ലാത്തൊരു പലിശ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ഇപ്പൊ എന്റെയും അജയുടെയും വീട് കോട്ടയത്താണ്, നമ്മുടെ അവിടെ ഇല്ല.
ഓക്കെ, ഇനി മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞാൽ ഈ മലപ്പുറം നമ്മുടെ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളൊക്കെ ഈ മലപ്പുറത്തിനെ വല്ലാത്ത രീതിയിൽ വർഗീയവൽക്കരിച്ച് വളരെ മോശം ഒരു ഇമേജ് കൊടുത്ത് മലപ്പുറം എന്ന് പറഞ്ഞാൽ അതൊരു മിനി പാകിസ്ഥാനാണ്. അവിടെ എന്താണ് ഇതര മതസ്ഥർക്ക്, മുസ്ലിം അല്ലാത്ത മറ്റ് ഇതര മതസ്ഥർക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. കൺവേർഷൻ യാതൊരു വസ്തുതയും ഇല്ലാത്തൊരു കാര്യമല്ലേ? അല്ല, സിനിമകളിൽ പോലും അതില്ലേ. ഞാൻ പറയുന്നത് ഇപ്പൊ പൊന്നാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു കൺവേർഷൻ ഹബ്ബായിട്ടാണ് മാറിയിരിക്കുന്നത്. പലരും പറയാം പൊന്നാനി പോയാൽ മതം മാറാം, ഏതൊക്കെ പല സിനിമകളിലും അവനെ പൊന്നാനി വിട്ട് അതേ തമാശ രൂപേണ പോലും പൊന്നാനിയെ ഒരു മതം മാറാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് സിനിമകളിൽ പോലും. പിന്നീട് ഒരുപാട് സിനിമകൾ ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ, തല്ലുമല, അങ്ങനെ ഒരുപാട് നല്ല മലബാർ ഏരിയയിൽ തന്നെ നല്ല നല്ല സിനിമകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ മലപ്പുറത്തുകാരെന്ന് പറഞ്ഞാൽ ഫുട്ബോളിനോട് ഇഷ്ടമുള്ളവരാണ്. ഇവിടെ സെവൻസ് നടക്കാറുണ്ട്, ഇവിടെ ഹൈന്ദവരായാലും അതുപോലെ തന്നെ മുസ്ലിങ്ങളായാലും ഹൈന്ദവർ നോമ്പ് തുറക്ക് വേണ്ടി പള്ളിയിലേക്ക് വരും. മുസ്ലിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഓണോ എന്തും ഇവിടെയുള്ള എന്ത് വിഷു ആണ് എന്തും ആഘോഷിക്കും. ഒരു മലയാളികളുടെ ഒരു പൊതുവായ ഉത്സവമായിട്ട് അവിടെ എല്ലാവരും ഭക്ഷണം, യാത്ര, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും. ഞങ്ങൾക്കിത് ഭയങ്കര ഒരു പുതിയ കാര്യം ഒന്നുമല്ല. പരസ്പരം അങ്ങോട്ടുള്ള റിലീജിയസ് ആയിട്ട് അവിടുത്തെ പരിപാടിക്ക് പങ്കെടുക്കുന്ന ഇവിടുത്തെ ഒരു പുതിയ കാര്യം എന്നല്ല. അവിടെ വളരെ എന്നിട്ടും എന്തിനാണ് മലപ്പുറത്തെ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊന്നാനി ഒരു കൺവേർഷൻ ഹബ്ബാക്കി മാറ്റുന്നതൊക്കെ ഭയങ്കര. ഈ മലപ്പുറത്തെ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും ഇതിനെപ്പറ്റി ഒരു ഇങ്ങനെ ഈ ഫുട്ബോള്, പിന്നെ ഈ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരെല്ലാവരും ഒരുമിച്ചാണ്, മതസൗഹാർദ്ദം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്കൂട്ടർ മേടിച്ചു. അപ്പോൾ ആള് ഹിന്ദു ആണ്. അപ്പൊ ആ സ്കൂട്ടറിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു പച്ചക്കളറിലുള്ള ഒരു കെട്ടുന്ന ഒരു ഇതുണ്ട്. അത് വണ്ടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പള്ളിയിലാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അവര് അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും, ഞാൻ ഇപ്പോ പെയിന്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വരക്കും. അപ്പൊ എനിക്ക് വരക്കാൻ വേണ്ടി എൻ്റെ നാടുകളിലെ ക്ഷേത്രങ്ങളും എല്ലാം എനിക്ക് തുറന്നിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ കയറുമ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ കയറി വരച്ചോട്ടെ. ഞാൻ അവിടുത്തെ അമ്പലങ്ങൾ വരക്കാനും പള്ളികൾ വരക്കാനും പോകുമ്പോൾ എനിക്ക് ഒരിക്കലും പേടിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ നാട്ടിലോ ചുറ്റുമുള്ള സ്ഥലങ്ങളിലോ കയറി വരച്ചോ, നിങ്ങൾക്ക് അവിടുത്തെ അമ്പലക്കുളത്തിൽ നിന്ന് എന്താ പറയാ പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്താൽ പോലെ എൻ്റെ അടുത്ത് ഒന്നും പറയലില്ല. അവിടെ ഒരു അമ്പലവും ഒരു ക്രിസ്ത്യൻ പള്ളി ഒരു മുസ്ലിം പള്ളിയും ആരെയും തടഞ്ഞിട്ടില്ല. ഇല്ല, തടഞ്ഞിട്ടില്ല. ഞാൻ ഐ മീൻ എന്റെ അനുഭവമാണ് പറയുന്നത്. ശരി അക്ഷയ്, അപ്പൊ കൊച്ചിയെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ ഇതുവരെ കൊച്ചിയിലേക്ക് ടച്ച് ചെയ്തില്ല. ഈ കൊച്ചിയെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ എന്താണ്, സംസാരം എന്താണ്? കൊച്ചി എന്ന് പറയുമ്പോൾ മറ്റേ ഡ്രഗ്സ് ലഹരിയുമായിട്ട് ചേർത്ത് പറയുന്നത്. അങ്ങനെയല്ല. ഞാൻ ഡിഗ്രി +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി മുതൽ കൊച്ചിയിലാണ്. ഇപ്പൊ 5 വർഷമായി. എനിക്ക് അങ്ങനെ കൊച്ചി ഇതിന്റെ ഹബ്ബായിട്ട് തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ഇങ്ങനെ പേര് വരാൻ കാരണം കൊച്ചിയിലാണ്. ഇപ്പൊ ഞാൻ വന്ന മാതിരി ബാക്കിയുള്ള എല്ലാ ജില്ലക്കാരും കൊച്ചി ഒരു ഇങ്ങനത്തെ ഒരു അത്യാവശ്യം ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മെട്രോ സിറ്റി ആയതുകൊണ്ട് എല്ലാ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നോണ്ട് അവർ ഇതൊരു ഹബ്ബായി മാറി. ഇങ്ങനെ ഡ്രഗ്സിന്റെ കൂടുതൽ ഇപ്പൊ കൊച്ചിയിലുള്ളവരും അങ്ങനെ പറയുന്നത്. കൊച്ചിയിലുള്ളവരല്ല ഇവിടെ മൊത്തം വരത്തന്മാരെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അത് കൊച്ചിയുടെ തലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ലഹരി പിടികൂടുന്ന കൊച്ചിയിലാണെന്നൊക്കെ പറയും. മലപ്പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് ജോലി തേടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് കൊച്ചിയിലാണ് പോണത്, ബാംഗ്ലൂർ അങ്ങനെ. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് കൊച്ചി പറയുമ്പോൾ അവര് ഞാൻ കേട്ടിട്ടുള്ളത് ബാംഗ്ലൂർ പോലെ ഏതോ ഒരു വലിയ സ്ഥലമാണ്, അങ്ങനെയാണ്. എനിക്കിവിടെ വന്നപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ബാംഗ്ലൂർ നമ്മൾ ഇതേപോലെ സംസാരിക്കല്. ബാംഗ്ലൂർ പെൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂർ പഠിക്കാൻ പോയ പെൺകുട്ടികളെ പിന്നെ ആളുകൾ കല്യാണം കഴിക്കില്ല. ഒരു സമയത്ത് എനിക്കൊന്നൊരു ഷോർട്ട് ഫിലിം തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ പഠിക്കാൻ പോയ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറയുന്ന അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. കൊച്ചിക്ക് അങ്ങനെ ഒരു ബാംഗ്ലൂരായിട്ട് ഒരു കമ്പാരിസൺ ഒരു ബാംഗ്ലൂരാണ് കൊച്ചി എന്നുള്ള രീതി ബാംഗ്ലൂരായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പെൺകുട്ടികളാണെങ്കിൽ പിന്നെ തിരിച്ചു നാട്ടിൽ പോകുമ്പോ കൊച്ചിയിലാണല്ലേ എന്താണ് ഫുൾ ഡ്രഗ്സ് അങ്ങനെയല്ല. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ ലഹരിക്ക് പിന്നാലെ പോകുന്നു, പെൺകുട്ടികളാണെങ്കിൽ മറ്റ് എന്താണ് അഫയേഴ്സ് ഒരുപാടുള്ള പെൺകുട്ടികളായിരിക്കും. അതുകൊണ്ട് ഡേറ്റിങ്ങിനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലാണ് അവരുടെ മൈൻഡ് ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പഴയ ജനറേഷനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമില് നമുക്ക് തന്നെ അറിയാം, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ജെൻസി അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് മിലേനിയൽസ് ആണ്. ഇവർ ഇതിൻ്റെ അകത്ത് കിടന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇവർ ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധതയും ഹോമോഫോബിയയും പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആളുകളും ഉണ്ട്. ഞാൻ മറ്റേവരെ ഇല്ല എന്നല്ല പറയുന്നത്,
പക്ഷെ അതേപോലെയുള്ള ബുള്ളിങ്സ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങ് മാറി, നമ്മൾ പരിശുദ്ധരാണെന്നൊന്നും എനിക്കില്ല, നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ തന്നെയാണ് ഇത് പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവരും ഓക്കെ. അപ്പൊ ഈ ഭക്ഷണ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം ഈ മലബാർ ഏരിയയിലെ ഭക്ഷണത്തിന് അവർ കൂടുതൽ ഭക്ഷണ പ്രേമികളാണ്, കൂടുതൽ എന്താണ് ആതിഥ്യ മര്യാദ ഉള്ളവരാണ്, കൂടുതൽ സൽക്കാരപ്രിയരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നമുക്ക് വരാൻ പറ്റില്ല ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടുത്തെ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതാണോ കേരളത്തിലെ ബെസ്റ്റ് ഫുഡ്? മലബാറാണ് കൂടുതൽ അഭിപ്രായമുണ്ട്. അതിപ്പോ ഞാനിപ്പോ ഒരു മലപ്പുറംകാരനായത് അത് ഒബ്വിയസ്ലി എനിക്ക് ബിരിയാണി എന്തായാലും നമ്മളവിടുത്തെ സ്നാക്സ്, ഇപ്പൊ 4 മണി പലഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന്റെ ഇതില് നമ്മൾ സൈഡിൽ, മലബാർ സൈഡിൽ കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഓരോരുത്തർ അവരവരുടേതായ പ്രത്യേകതകള് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോ എറണാകുളത്തോട്ട് വരുമ്പോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വരുമ്പോ പൈനാപ്പിൾ ഇട്ട ബിരിയാണി ഒന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. എനിക്ക് കുറച്ചും കൂടി മലബാർ ഫുഡാണ് ഇഷ്ടം. മലബാർ ഫുഡാണ്. ഓഫ്കോഴ്സ് ഞാൻ ഇവിടെ കൊച്ചി വന്നാൽ ചിലപ്പോൾ ബിരിയാണി അത്ര കഴിക്കില്ല. ഞാൻ ചിലപ്പോൾ എനിക്ക് ഒന്നുകൂടി മലബാർ ഫുഡാണ് ഇഷ്ടം. അത് ബിരിയാണി എന്ന് പറയുമ്പോൾ മലബാർ, അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചിയിലായാലും തിരുവനന്തപുരം എല്ലായിടത്തും ഇന്ന് വരെ തിരുവനന്തപുരം ബിരിയാണി അല്ലെങ്കിൽ കൊല്ലം ബിരിയാണി കേട്ടില്ല. കൊല്ലത്തായാലും തിരുവനന്തപുരം മലബാർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, മലബാർ കണ്ണൂർ തലശ്ശേരി ബിരിയാണി. ശരിയാണ്. പക്ഷെ സദ്യ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടിപൊളി സദ്യയാണ്. എനിക്ക് ഇങ്ങോട്ടേക്കുള്ള, എനിക്ക് ഇവിടുത്തെ ഈ എറണാകുളത്ത് പോലും പരിപ്പ് എനിക്ക് ഓക്കെ അല്ല. പരിപ്പ് കഴിക്കുമ്പോൾ ശരിക്കും ഈ മലബാർ ഏരിയയിലുള്ള ഊണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി നോൺ വെജ് ഉള്ളതുകൊണ്ട് എനിക്കത് ഇഷ്ടം. ഓക്കെ. അപ്പൊ കിട്ടാനുള്ള കിട്ടും. ഇനി തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തിന്റെ വലിയൊരു ഗുണമായിട്ട്, ഞാൻ ഒരു 8 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത പോലെ നമുക്കൊരു 30-50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് അവിടുത്തെ ശരിക്കും തട്ടുകട എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ഉള്ളൂ. അവിടത്തെയാണ് തട്ടുകട എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ പൈസക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ തട്ടുകട എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ പൈസ അല്ല, വലിയ പൈസ. അതാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രത്യേകത. തിരുവനന്തപുരത്ത് ദോശ, ചമ്മന്തി, സാമ്പാർ, പിന്നെ മറ്റേ രസവട, ഒരു ഓംലേറ്റ്, പിന്നെന്താണ് പപ്പടം, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒന്നാന്തരം ഭക്ഷണം കഴിക്കാം. ഒരിടത്തും കിട്ടില്ല. ഇപ്പൊ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് 2 ദോശ ഓംലേറ്റും ചോദിച്ചാൽ മുഖവും മാറും, ഇല്ലേ? അവരുടെ മുഖഭാവം മാറും, അവരെ ഇറക്കി വിടും. ചോദിച്ചല്ലേ എവിടെ മുഖഭാവം മാറിയിട്ടൊന്നുമില്ല. ദോശ ഓംലേറ്റും ഒക്കെ അങ്ങനെ കിട്ടാറുണ്ടോ ശരിക്കും? എവിടെ ചിക്കൻ, പക്ഷെ ഈ ഇത്രയും പൈസ കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എറണാകുളത്തുള്ള തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 3 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ പക്ഷേ പേര് തട്ടുകട. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് 5 സ്റ്റാർ തട്ടുകട. തിരുവനന്തപുരത്ത് അവിടെ ദോശയും ഓംലേറ്റും ചമ്മന്തിയും സാമ്പാർ ഈ സംഭവങ്ങളേ ഉള്ളൂ. അവിടെ ചിക്കനും ബീഫോ ഒന്നും ഇല്ല. പക്ഷെ ഭയങ്കര തിരക്കുമാണ്, നല്ല ടേസ്റ്റുമാണ്, അല്ലേ? അത് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത. ഓക്കെ. നമ്മൾ ഈ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ആലപ്പുഴ ഏരിയയിലെ സീ ഫുഡ് ആണല്ലോ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നല്ല കരിമീൻ, പിന്നെ കൂന്തല്, അങ്ങനത്തെ മീൻ സീ ഫുഡാണ് മെയിൻ ആയിട്ട്. ഈ ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും ഈ ആളുകള് എന്തെങ്കിലും പ്രത്യേക കുറ്റം പറച്ചിലോ പരിഹാസോ അങ്ങനെ എന്തെങ്കിലും? ആലപ്പുഴ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കലുണ്ട്. മഴ പെയ്താ മുങ്ങിപ്പോകുന്നുള്ള രീതിയിലുള്ള തമാശകൾ കിട്ടുന്നുണ്ട്. വഞ്ചി തുഴഞ്ഞാണ് അവിടെയുള്ള ആളുകള് യാത്ര ചെയ്യുന്നത്. പാലക്കാടിന് ഇതൊക്കെ ഈ ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളാണല്ലോ. ഇപ്പൊ പാലക്കാടിന് എന്താണ് നല്ല വെയിലാണ്, അത് അതിജീവിക്കാൻ അവിടെയുള്ള. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ ആലപ്പുഴയും പാലക്കാടും. അപ്പം അതൊരു ഓരോ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. നമ്മൾ അത് വെച്ചിട്ട് കളിയാക്കൽ ഇച്ചിരി പ്രശ്നമാണ്. പത്തനംതിട്ടയ്ക്ക് എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ എന്റെ അച്ഛന്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടോന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് എന്ന് വെച്ചാൽ ദിഗംബരൻ ഉണ്ടല്ലോ, അനന്തപത്തനത്തിലെ പുള്ളിന്റെ ഇത് വെച്ചിട്ടാണ് പത്തനംതിട്ട ഹോമി നരബലിയുമായി, അതായത് കൂടുതൽ ആഭിചാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് പത്തനംതിട്ട. സോഷ്യൽ മീഡിയ അന്ധവിശ്വാസങ്ങൾ. പക്ഷെ എനിക്ക് അങ്ങനെ, ഞാൻ പത്തനംതിട്ടക്കാരിയാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നല്ല നോക്കി പിടിക്കുക. അതെന്താണ് ഞാൻ പറയാം, അച്ഛൻ പത്തനംതിട്ടക്കാരനും അമ്മ കൊല്ലവുമാണ്. അപ്പം ഞാൻ പാതി വളർന്നത് പത്തനംതിട്ടയിലും പാതി കൊല്ലത്തുമാണ്. അതുകൊണ്ട് ഞാൻ 2 സ്ഥലവും പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഏതാ നാട്? ഞാൻ ഇപ്പൊ നിൽക്കുന്ന കൊല്ലത്താണ്. ഒരു 10 വർഷം. കൊല്ലത്തോടോ പത്തനംതിട്ടയോടോ കൂടുതൽ ഇഷ്ടം? അത് ഇച്ചിരി പ്രശ്നമാണ്. അത് പറയണം. എനിക്ക് തോന്നുന്നു എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. രണ്ടും എനിക്ക് കുറച്ചുകൂടി കൊല്ലം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏറെക്കുറെ എല്ലാ ജില്ലകളും നമ്മളൊന്ന് കവർ ചെയ്തുകൊണ്ട് ടച്ച് ചെയ്ത് പോയി. പക്ഷെ തൃശ്ശൂർ മിസ്സിംഗ് ആണ്. തൃശ്ശൂരിനെ കുറിച്ച് എന്താ അഭിപ്രായം? തൃശ്ശൂരിനെ കുറിച്ച് തൃശ്ശൂർ റൗണ്ട്, വടക്കുന്നാഥൻ, തൃശ്ശൂർ പൂരം, ആന, നല്ലത് മാത്രമേ പറയാനുള്ളൂ. പൂരങ്ങളുടെ പൂരം. പക്ഷേ അവിടെ നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ പ്രാഞ്ചിയേട്ടന്മാരുടെ നാടാണ്, അല്ല ഈ തൃശ്ശൂർ സ്ലാങ്ങിനെ കുറ്റം പറയുന്നവരുണ്ട്.
പിന്നെ ആനയുമായിട്ട് ചേർത്ത് വെച്ചു. ആനയായിട്ട് ചേർത്ത് വെച്ച് ഒരുപാട് അതിലൊരു കാര്യമുണ്ട് അന്തു. ഞാൻ അതിന്റെ എക്സ്ട്രീം വേർഷൻ പറയുന്നില്ല, പക്ഷെ തൃശ്ശൂരുകാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഈ ആനയുമായിട്ട് അവരെ ചേർത്ത് പറയുന്നത്. കാരണം ഞങ്ങൾ കലോത്സവത്തിന് റിപ്പോർട്ടിങ്ങിന് പോയിരുന്നു. എനിക്ക് അവർ ആനയുടെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പേരൊന്നും വേണ്ട, അവര് ഭയങ്കരമായിട്ട് കാണാതെ പറയും. ഒരു 10 ആനയെ കാണിച്ച് 10ഉം പറഞ്ഞ ക്ഷണനേരം കൊണ്ട് എനിക്ക് അതിനെ കണ്ടിട്ട് എല്ലാം ഒരേപോലെ ആന. നമുക്ക് എല്ലാ ആനയും ഒന്നാണ്, പക്ഷേ തൃശ്ശൂരുകാർക്ക് ഓരോ ആനയ്ക്കും ഓരോ പേരുണ്ട്. അതിന്റെ ആ ഒരു ഗെറ്റപ്പ് ഒക്കെ കണ്ട് ഇവര് മനസ്സിലാക്കും. അവര് പറയാ ചെറിയ കൊമ്പുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് കണ്ടെത്തും. പക്ഷെ നിമിഷ നേരം കൊണ്ട് അതിനെ കുറച്ചുകൂടി ഇത് ചെയ്ത് ആന പിണ്ട് അങ്ങനെ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. അത് നോക്കി ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ കിട്ടുന്ന അങ്ങനെ അല്ല. ഇപ്പൊ നമുക്കാണെങ്കിൽ പൂരം കൂടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മടുക്കും എന്ന് പറഞ്ഞാല് നമ്മൾ തളരും. പക്ഷെ അവര് നല്ല രസമായിട്ട് അതിന് താളം കൊട്ടി അവരതിന് ഉല്ലസിച്ച് ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 40 വർഷമായിട്ട് തൃശ്ശൂര്, പാലക്കാട് ആ ഏരിയയിലുള്ള ഭയങ്കര ഉത്സവം, പെരുന്നാളൊക്കെ ഭയങ്കരമായി ആഘോഷിക്കുന്ന ആൾക്കാർ. നമ്മുടെ ഈ സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ അത്ര വലിയൊരു ആഘോഷമില്ല. വെടിക്കെട്ട് വളരെ ഭയങ്കരമല്ലോ, പോലെ വെടിക്കെട്ട് വിട്ടു. പൂരമാണ് ഇവിടെ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉത്സവം കുറച്ചുകൂടി ഒരു മയപ്പെട്ട ഇതാണ്. ഞാൻ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എനർജി ഇല്ല. അവിടെ സാധാരണ ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു കലോത്സവ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ നിന്ന് ഓരോരുത്തരും അത് എൻജോയ് ചെയ്യുന്ന രീതി നമുക്ക് ചിലപ്പോ അവരുടെ എനർജിന്റെ ഒപ്പം അവരുടെ ഓറന്റെ അടുത്തേക്ക് നമ്മൾ എത്തൂല. തൃശ്ശൂരുകാരുടെ ഓറന്റെ അടുത്തേക്ക് നമ്മൾ എത്തൂല. അത് പറ്റില്ല, പിടിക്കാൻ പറ്റില്ല അവര്. ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ഡിസൈൻ നമ്മുടെ മമ്മൂക്കായുടെ സിനിമ, അപ്പൊ അതില് ഒരു പ്രാഞ്ചിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് തൃശ്ശൂരുകാർ പൊങ്ങച്ചക്കാരാണ്, സ്വയം പൊങ്ങികളാണ് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അല്ല പക്ഷെ എനിക്ക് തോന്നിയത് അത് കുറച്ചുകൂടി സംസാരിച്ചോളൂ അജയ്, സംസാരിക്കൂ. ഇല്ല, പ്രാഞ്ചിയേട്ടന്മാരിങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ല, അത് എക്സാജറേറ്റഡ് ആണ്. ഇപ്പൊ ജോർജ് ഏട്ടൻസ് പൂരം, അതുപോലെ ഇപ്പൊ ബ്രാഞ്ചി ഏട്ടൻ, എങ്ങനെ കൊറേ ഏതൊക്കെയോ സിനിമകള് കുറച്ച് പൈസ ഉള്ളവര് കുറച്ച് മണ്ടത്തരം കാണിക്കുന്നവരുണ്ട്. അല്ല അജയ്, ഈ സിനിമകള് ഓരോ സ്ഥലങ്ങളെ അങ്ങനെ ചില പേരുദോഷങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സിനിമകൾ കാരണമാകുന്നില്ലേ? കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതാവാം സിനിമയിൽ, പക്ഷെ അത് ഇതുപോലെ ആയിട്ടുണ്ടെന്ന്. ഏതെങ്കിലും 1-2 സിനിമകളുടെ ഒരു എക്സാമ്പിൾ വല്ലതും പറയാൻ പറഞ്ഞാൽ, ഇപ്പൊ ഈ ജയ പോലത്തെ സിനിമകൾ, അത് കൊല്ലത്തെ ഇതാണ്. ഇപ്പൊ ഈ പൊന്മാൻ പലിശ വാങ്ങാൻ വരിക, കടം കൊടുക്കുക, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ എന്തോ പ്രാഞ്ചിയേട്ടൻ തൃശ്ശൂര് അല്ല. പക്ഷെ അത് കൊല്ലംകാരാണ്. ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ നടക്കുന്ന ഈ സ്ത്രീധനം, ഈ ഒരു ആൺ മേൽക്കോയ്മ അല്ലെ, അതൊക്കെ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ അന്ന് ബേസിൽ ജോസഫിനെതിരെ ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻ. പക്ഷേ ഈ വാഴ 2 സിനിമയിൽ ലാസ്റ്റ് ക്ലൈമാക്സ് കാണിക്കുന്നുണ്ടല്ലോ, ഇവരൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നത് അവർ ആ സീനിനെ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നു. ഈ മുമ്പ് പപ്പടം ചോദിച്ചു, പപ്പടം ചോദിച്ചു, അതിനടി. പക്ഷെ അതല്ല, അതിന് മുമ്പ് അവർക്കൊരു ഫ്ലാഷ് ബാക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലൈമാക്സ് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ, അതിന് മുമ്പ് ഇതാണ് പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയ ഈ ഒരു കാര്യത്തിൽ, അതായത് ഇങ്ങനെ ചാപ്പ കുത്തുന്നതിന് വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ അജയ് വാഴ സിനിമയെ പറ്റി പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് അത് ഭയങ്കരമായിട്ട് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു സീനായിട്ടാണ് തോന്നിയത്. പല സീൻ നമ്മൾ ഈ എന്താണ് ഏത് സെറ്റപ്പിലാണ് ഈ അടി നടന്നത് അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു മന്തിക്കടയിൽ ആ ഹോട്ടലിൽ നടന്ന പ്രശ്നത്തിന് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അതിനെപ്പറ്റി കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ മന്തി ചോദിച്ചിട്ട് കൊടുക്കാതെ, തികയാതെ വന്നതിന് അടിച്ച് പ്രശ്നമാക്കിയെന്ന. പക്ഷെ അയാള് മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു, അങ്ങനെയാണ് പിന്നെ പറയുന്നത്. അത് അവർ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി കൊല്ലത്തിന്റെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് മന്തി ചോദിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെയുള്ള സെറ്റപ്പിലാണ്. അപ്പൊ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊച്ചിക്ക് ഒരു ബാഡ് ഇമേജ് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ സിനിമകൾ. ഇപ്പൊ ലഹരി ആണെങ്കിലും ഇപ്പൊ ഗുണ്ടകളെ ഇറക്കിയാൽ അത് കൊച്ചിയിൽ നിന്നായിരിക്കും അല്ലെ? തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഗുണ്ടകളുടെ സിനിമകൾ വന്നോണ്ടിരുന്നത്. തിരുവനന്തപുരം, ചെങ്കൽച്ചൂള. പക്ഷെ പിന്നെ അത് പല ജില്ലകളിലോട്ട് മാറി. ഇപ്പൊ തൃശ്ശൂര് ഒരു ചെറിയ ഗുണ്ട സെറ്റപ്പ് പോലെ ഒരു സിനിമ വരുവാണെങ്കിൽ തൃശ്ശൂര് റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കുറെ ഗുണ്ടകൾ. അപ്പൊ അങ്ങനെ കൊച്ചി മാത്രല്ല, ഇപ്പൊ പല ജില്ലയിലായിട്ട് കാണിക്കുന്നുണ്ട് ഗുണ്ടകളെ. ഫോർട്ട് ആയിരുന്നു പണ്ട് മെയിൻ, ഇപ്പൊ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പിന്നെ അതുപോലെ രണ്ട് ഭാര്യമാരുള്ള ആളുകൾ കല്യാണം കഴിക്കുന്ന മലപ്പുറത്ത് നിന്ന് 2 പേരെ കല്യാണം കഴിച്ച കാക്കാമാര് ആ രൂപത്തിലുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് സിനിമകൾ. കിളിച്ചുണ്ടൻ മാമ്പഴം അല്ലേ? ഏത് കിളിച്ചുണ്ടൻ മാമ്പഴം? കിളിച്ചുണ്ടൻ മാമ്പഴം പോലുള്ള സിനിമകളിലൊക്കെ അത് പിടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളം, നമ്മളെല്ലാവരും മലയാളികളാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ 14 ജില്ലകളുണ്ട്, 14 സ്ലാങ്ങും ഉണ്ട്. ശരിക്കും അത് എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഓരോ ജില്ലയിലെയും സ്ലാങ്ങുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും അത് പറയാനും ശ്രമിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിലും ഈ പറയുന്ന വേർതിരിവുകൾ കാണുന്നവരുണ്ട് ഇല്ലേ? ഉണ്ട്. അതെന്തിനാണ്? അതിന്റെ ആവശ്യമുണ്ടോ?
അതിന്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഓരോ ഇപ്പൊ 14 ജില്ലയ്ക്കും 14 ഡയലക്റ്റ് ആണല്ലോ. ഇപ്പൊ അതൊരു കളിയാക്കുന്ന രീതിയിലോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആക്ച്വലി എല്ലാവർക്കും അവരുടേതായ സ്ലാങ് ഉണ്ടല്ലോ. തിരുവനന്തപുരത്തിനെ വളരെ മോശമായിട്ട് കളിയാക്കുന്നവരുണ്ട്. അതെ, എന്തിന് തിരുവനന്തപുരം മാത്രമല്ല, കാസർഗോഡ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞൊരു ട്രോൾ ഇങ്ങനെ ഉണ്ട്. ഇവർ പറയുന്നത് മനസ്സിലാവുന്നു, ഇവർ അറബിയാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ തൃശ്ശൂരാണെങ്കിലും അല്ലെ പാലക്കാടാണെങ്കിൽ വലിച്ചു നീട്ടി സംസാരിക്കുന്നു. ഉണ്ണിയെ എന്താ അങ്ങനെയൊക്കെ അതുപോലെ ഓർഡിനറി സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് ബിജു മേനോന്റെ ക്യാരക്ടർ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊന്ന് മനസ്സിരുത്തി കേട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ലാങ്ങും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇപ്പൊ കാസർഗോഡ് സ്ലാങ് ഒക്കെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നവരുടെ കേട്ട് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. നമ്മൾ തന്നെ അറിയാതെ അത് അഡാപ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ കൊച്ചിയിൽ വരുമ്പോൾ പല സുഹൃത്തുക്കളും പല നാട്ടിൽ നിന്നും ഉണ്ടാവും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി കേട്ടിട്ട് ഈ ഭാഷ അവരുടെ ഭാഷ നമ്മളുടെ വായിൽ വരും. അപ്പൊ സ്വന്തം ഞാൻ ഇപ്പൊ മലപ്പുറം വന്ന സമയത്ത്, കൊച്ചിയിൽ വന്ന സമയത്ത് എനിക്ക് ഇതേമാതിരി എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുന്ന ഭാഷ അധികം മനസ്സിലാവില്ല. ഞാൻ ഇജ്ജ് എന്ത് ഇപ്പോൾ അങ്ങനെ മലപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ കേട്ട കളിയാക്കലായിരിക്കും. ശരി, മയ കുയി പിന്നെ പല പല ഈ തണ്ണിമത്തിന് ബത്തക്ക എന്ന് പറയും. പിന്നെ ഞാൻ എന്റെ നാട്ടിൽ പൊന്നാനി പറയാ ചക്കരമത്ത. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. ഇത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഇംഗ്ലീഷ് ലൈക്ക് അവരുടെ ഒരു ശൈലി ഉണ്ടാവും. ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയുന്നത് ഡിഫറെന്റ് ആണ്. ബ്രിട്ടീഷ് ആക്സെന്റ്, ഓരോരുത്തർക്ക് ഓരോ ആക്സെന്റ് ആണ്. ഏറ്റവും ഇഷ്ടമുള്ള സ്ലാങ് ഏതാണ്? ഇപ്പൊ മലപ്പുറം അല്ലാതെ മറ്റേതെങ്കിലും ഒരു ജില്ലയുടെ ഏറ്റവും ഇഷ്ടമുള്ള, മനസ്സിലൊന്ന് ആലോചിക്കുമ്പോ സൂപ്പർ രസമുണ്ട്. കണ്ണൂര് വേറെ തന്നെയാണ്. ഞങ്ങളെക്കാട്ടി കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ശരിക്കും ഒരു രസമായിട്ട് എന്നുവെച്ചാ അന്നെ എന്ന് പറയുമ്പോ എന്നെ, ഇന്നെ എന്ന് പറയുമ്പോ നീ, അങ്ങനെ ഒരു കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര രസം കേട്ടിരിക്കുക. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അനക്ക് നമ്മളെല്ലാരും പറയും. അനക്ക് വന്നിക്കണ്, പോയിക്കണ്, ഒരു കിണ് എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിലും ഉണ്ടാവും മലപ്പുറത്ത്. പക്ഷെ രസമാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കണ്ണൂരാണ്. എവിടെ അക്ഷയ്ക്ക് ഇപ്പൊ തിരുവനന്തപുരം ഇഷ്ടമാണ്. ഭാഷ സ്ലാങ് ഇഷ്ടമാണ്. തിരുവനന്തപുരം തന്നെ ഇഷ്ടമാണ്. എനിക്ക് തൃശ്ശൂർ ഇഷ്ടമാണ്. ഈ പറഞ്ഞ തൃശ്ശൂർ ഇഷ്ടമാണ്. കോഴിക്കോട്, മലപ്പുറം ഒക്കെ നല്ല രസമാണ്. പാലക്കാട് അടിപൊളി. പാലക്കാട് സംസാരം ഒരു ഭയങ്കര നിഷ്കളങ്ക, ഒരു മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ഭയങ്കര വെൽക്കമിങ് ഫീലിംഗ്. ഏറ്റവും കൂടുതൽ എനിക്ക് കോട്ടയം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലാങ്. കോട്ടയത്തിന് ശരിക്കും നമ്മൾ ഈ അക്ഷര നഗരം എന്നൊക്കെ പറയുന്ന പോലെ നടുക്ക് കിടക്കുന്നതാണെന്ന് അറിയില്ല. വലിയൊരു വ്യത്യാസം ഇല്ലല്ലേ? ഇല്ല, നമ്മള് ഭയങ്കര ചേട്ടന്റെ ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ടോ? വളരെ വ്യക്തവും സ്ഫുടവുമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. പക്ഷെ അല്ലല്ലോ, പക്ഷെ ഇപ്പൊ അതിലും ഇപ്പൊ കോട്ടയം എന്ന് പറയുമ്പോ എന്നാടാ പണ്ട് കോട്ടയം കുഞ്ഞച്ചൻ കേട്ടത് ഞാനിത് എവിടെ വന്നിട്ട് അജീബിന്റെ കേട്ടത്. അക്ഷരത്തിൽ നമ്മൾ എന്നാന്ന് എഴുതൂലല്ലോ. പിന്നെ കോട്ടയംകാരി ഫാ പറഞ്ഞിട്ട് കളിയാക്കാണ്ട്. പക്ഷെ ഭാവന, എനിക്ക് ചില ഏരിയയിൽ അത് പ്രശ്നമുള്ളെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊക്കെ ഞാൻ ഭാവന തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അല്ല, അവർക്ക് പറയാൻ പറ്റാത്ത പ്രശ്നമല്ലല്ലോ അത് ഒരിക്കലും. അത് ഈസിയായി സംസാരിക്കും. ഇപ്പൊ എന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞത് പറയുമ്പോ ഇപ്പൊ മഴ എന്ന് പറയും, പക്ഷെ പെടാ മഴ പെയ്ത് അങ്ങനെ പറയുന്നത് ചിലപ്പോ ഈസി ആയിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കോട്ടയാളി ഫാ പറയുന്നൊക്കെ. അത് നമ്മൾ വലിയ കളിയാക്കേണ്ട ഒരു കാര്യമായിട്ട്. ഡിഫറെന്റ് കൾച്ചേഴ്സ് ആണ്, ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്, ഡിഫറെന്റ് ആ സ്ലാങ് എൻജോയ് ചെയ്ത രസമല്ലേ രീതിക്ക് പോട്ടെ. അതെ, നല്ല രസമല്ലേ ഒരു ഗ്യാങ് അങ്ങനെയൊക്കെ. ഉറപ്പായിട്ടും. ചുരുക്കി പറഞ്ഞാല് മലയാളികളാണ്, കേരളമാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മലയാളത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ നമ്മൾ 14 ജില്ലകളുടെ പേരിൽ തമ്മിലടി കൂടേണ്ട ഒരു കാര്യമില്ല. എല്ലാ ജില്ലകളിലും കേരളത്തിലും തെറ്റുണ്ട്, ശരിയുണ്ട്, നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്, ഒറ്റപ്പെട്ട കുറ്റങ്ങളുണ്ട്, കുറ്റകൃത്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരു പ്രദേശത്തെയോ ഒരു ജില്ലയോ അങ്ങനെ മാറ്റി നിർത്താനോ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ പാടില്ല. അങ്ങനെ ചെയ്യാനേ പാടില്ല. പിന്നെ അതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ദുരന്തം, ഒരു പ്രശ്നം, ഒരു അപകടമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഓടി വരാനുള്ളത്. അവിടെ നമ്മൾ അവരുടെ ജാതിയോ മതമോ നാടോ വീടോ ഒന്നും നോക്കാറില്ല. അതുകൊണ്ട് എത്രയും മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റി. നമ്മൾ ഒറ്റക്കെട്ടാണ്. അങ്ങനെ തന്നെ ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ, അല്ലേ? നമ്മൾ പൊളിയാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ വേറെ ലെവലാണ്. അപ്പോ സൊറയുമായി അടുത്ത ദിവസം മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം.